കാന്താരി തിങ്കളും കലിപ്പൻ പാച്ചുവും. രചന മാധുര്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. പാർത്തിയാണെങ്കിൽ ആളുടെ ആ ചിരിയിലേക്ക് നോക്കിയിരിക്കുന്നു. അപ്പുറത്തിരുന്ന ചെക്കൻ എന്തൊക്കെയോ മനസ്സിലായ പോലെ തലയാട്ടുന്നുണ്ടായിരുന്നു. കൂടെ ഇന്നലെ രാത്രി അവൻ കണ്ടിരുന്നു ഉറങ്ങിക്കിടക്കുന്ന തിങ്കളുടെ നോക്കി ഉറങ്ങാതെ കിടക്കുന്ന ഒരുവനെ. അല്ലെങ്കിലും ട്രെയിൻ പോകുമ്പോൾ പാർത്തി അങ്ങനെ ശരിക്കും ഉറക്കൊന്നും കിട്ടാറില്ല. എന്നാലും അവൻ ഉറങ്ങാറുണ്ട്. പക്ഷെ ഇന്നലെ എന്തോ അവൻ വല്ലാതെ ഡിസ്റ്റർബ്ഡായി പോയി. അതുകൊണ്ട് പാർത്തിയേക്കാൾ മുന്നേ തിങ്കളും മിഥുനും വന്ന് എഴുന്നേറ്റിരുന്നു. അവൻ നോക്കുമ്പോൾ രണ്ടുപേരും കോഫി കുടിച്ചെന്തോ പറഞ്ഞിരുന്ന് ചിരിക്കുന്നു. ആദ്യമായിട്ടാണ് ഇത്ര തെളിച്ചമുള്ള അവളുടെ ചിരി അവൻ കാണുന്നത്. എന്തു പറഞ്ഞിട്ടാണോ ഇവൻ അവളെ ചിരിപ്പിക്കുന്നത്? വല്ല പൊട്ടത്തരമായിരിക്കും. ചുണ്ടൊന്ന് കോട്ടി അവൻ എഴുന്നേറ്റ് പോയി. ഇന്നലത്തെ പോലെ തന്നെ ദേ ഇന്ന് രാത്രിയായിട്ട് ഉറക്കം വരാതെ അപ്പുറത്ത് കിടന്നുറങ്ങുന്നവൾ വെറുതെ നോക്കി കിടക്കുകയാണ് പാർത്തി. നാളെ വെളുപ്പിന് 1:45 ട്രെയിൻ സ്റ്റേഷനിലെത്തുക. 1:15 അലാറം വെച്ചാണ് രാത്രിയിലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവർ കിടന്നത്. നാഗ്പൂർ ഇറങ്ങാനുള്ള സ്റ്റുഡൻസ് എല്ലാം ഇന്നലെ തന്നെ അവിടെ സ്ഥലമെത്തി യാത്ര പറഞ്ഞ് ഇറങ്ങിപ്പോയിരുന്നു. പാർത്തിയുടെ കണ്ണുകൾ അടഞ്ഞു വരുന്ന നേരമാണ് അപ്പുറത്തേക്ക് തിരിഞ്ഞിടം തിങ്കളുടെ ദേഹത്ത് നിന്ന് പുതച്ച പുതപ്പ് ഊർന്നു പോകുന്നത്. ഉറക്കത്തിൽ തന്നെ അവൾ തപ്പിയെടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല. പാർത്തി എഴുന്നേറ്റ് ചെന്ന് ആ പുതപ്പ് നേരെ ഇട്ട് കൊടുത്തു. സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ് പെണ്ണിന്റെ കിടപ്പ്. പുറത്തുഭാഗത്തൊക്കെ നല്ല തണുപ്പല്ലേ. ആൾക്ക് ഓപ്പോസിറ്റുള്ള ലോവർ സീറ്റിൽ ആരും തന്നെ ഇല്ല. കുറച്ചു നേരം അവിടെ അവളെ നോക്കിയിരുന്നവൻ. പിന്നെയും പെണ്ണ് തിരിഞ്ഞിടന്നു. അരണ്ട വെളിച്ചത്തിൽ ചെറിയ കുറുനിരകൾ പാറിക്കിടക്കുന്നവളുടെ മുഖത്തായി പാർത്തിയുടെ മിഴികൾ തറഞ്ഞു നിന്നു. ഇതെന്തിന്റെ അസുഖമാണ് തനിക്കെന്ന് അവന് മനസ്സിലാവുന്നില്ല. പക്ഷെ സംഭവിച്ചൊരു പ്രശ്നം തന്നെയാണെന്ന് അവൻ ഉറപ്പിക്കുമ്പോഴാണ് പെട്ടെന്നൊരു കൂർക്കം വലി. തിങ്കളുടെ തൊട്ടുമുകളിൽ കിടന്ന ആ കോന്തനാണ്. പാർത്തി ഒന്ന് മുഖം വെട്ടിച്ച് എഴുന്നേറ്റു. വായും തുറന്ന് കിടക്കുന്നവന്റെ കവളിൽ 2 തട്ടവൻ തട്ടിയതും വായും പൂട്ടി ഇത് തിരിഞ്ഞു കിടന്നു. നേരെ തന്റെ ബേത്തിൽ പോയി കിടന്ന പാർത്തിയുടെ നോട്ടം ഒരിക്കൽ കൂടെ തിങ്കളിലേക്ക് പോയി. പിന്നെ ഒരു ചിരിയോടെ അവൻ തിരിഞ്ഞു കിടന്നു. 1:15 അലാറം അടിച്ചു. തിങ്കളാണ് എഴുന്നേറ്റത്. അലാം ഓഫ് ചെയ്ത് അവൾ എഴുന്നേൽക്കുമ്പോൾ മിഥുനും പാർത്തിക്ക് ഒരു അനക്കവുമില്ല. മിഥുനെയാണ് തിങ്കൾ ആദ്യം തട്ടി വിളിച്ചത്. അവനൊന്ന് ചിണുങ്ങിക്കൊണ്ട് തിരിഞ്ഞു കിടന്നു. തിങ്കൾ നേരെ പാർത്തിയുടെ അടുത്തേക്ക് ചെന്ന് അവനെ വിളിച്ചു. അവിടെയും സെയിം അവസ്ഥ. ഇവരെന്താ ഇങ്ങനെയെന്നൊരു തോന്നലോടെ പിന്നെ ഒന്നും നോക്കാതെ അവൾ അപ്പുറത്തിരിക്കുന്ന ബോട്ടിൽ വെള്ളമെടുത്തു. നേരെ തുറന്ന് വെള്ളം ആദ്യം പാർത്തിയുടെ മുഖത്തേക്ക് തന്നെയാണ് ഒഴിച്ചത്. ചന്തു എന്നൊരു അലറിവിളിയോടെ അവൻ എഴുന്നേൽക്കുമ്പോൾ അപ്പുറത്ത് മിഥുവും ചാടി എഴുന്നേറ്റു. തിങ്കൾ പാർത്തിയെ കണ്ണുമിഴിച്ച് നോക്കി നിന്നു. മുഖമൊന്ന് അമർത്തി തുടച്ച് 2 കണ്ണും ശരിക്കും തുറന്ന് അവനും കുപ്പിയും പിടിച്ചു നിൽക്കുന്നവളെയാണ് കാണുന്നത്. കോമൺ സെൻസ് ഇല്ല നിനക്ക്? ഇങ്ങനെയാണോ ഉറങ്ങിക്കിടക്കുന്ന അയാളെ എഴുന്നേൽപ്പിക്കുന്നത്? ചുവന്നവന്റെ മുഖം ഉയർന്ന ശബ്ദവും. വിളിച്ചിട്ട് എഴുന്നേറ്റില്ല, അതാ ഞാൻ. അതിന് വെള്ളമൊഴിക്കാണോ വേണ്ടത്? ചെക്കന്റെ മുഖത്തെ രോഷത്തിനൊരു മാറ്റവും ഇല്ല. തിങ്കളോ ആ നിമിഷം അവനെ ഒന്ന് കടുപ്പിച്ച് നോക്കി. പാർത്തി, മിഥുനാണ്. എന്താടാ? അവന് നേരെയും ചാടിക്കടിച്ചവൻ. വെറുതെ തല്ലുകൂടാന്ന് എഴുന്നേൽക്കടാ, ടൈമാവുന്നു. പറയലും കിടന്നിരുന്ന് എഴുന്നേറ്റ് താഴേക്ക് ഇറങ്ങുമ്പോൾ പാർത്തിയും തിങ്കളുടെ നോക്കി പേടിപ്പിച്ച് പുതപ്പ് മടക്കി എഴുന്നേറ്റു. അന്നേരം ചാന്ദിനി പറഞ്ഞാണ് ആൾക്ക് ഓർമ്മ വന്നത്. അവന് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്താൽ ചെക്കന് മൂക്കത്താണ് ശുണ്ടിയെന്ന്. ഇങ്ങനത്തെ ശുണ്ടിയാണെങ്കിൽ ആ മൂക്കാരെങ്കിലും ഇടിച്ചു വരത്തും. ബാഗിൽ എല്ലാ സാധനങ്ങളും എടുത്തു വെക്കുന്നവരെന്ന് അമർത്തി നോക്കി തിങ്കൾ ബാത്റൂമിനടുത്തേക്ക് നടന്നു. ആൾ ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകി മുടിയൊതുക്കി കെട്ടി ഫ്രഷായി വരുമ്പോൾ ആൾക്ക് പുറകെ തന്നെ മിഥുനും പാർത്തിയും ടോയ്ലറ്റിൽ പോയി വന്നിരുന്നു. സ്ഥലം എത്താറായിട്ടുണ്ട്. ഞാൻ വിളിച്ചില്ലായിരുന്നു, നിങ്ങൾ എന്ത് ചെയ്തേനെ? ബാഗ് മറ്റെടുത്ത് വാതിൽ നടക്കുമ്പോൾ മുന്നിൽ പോകുന്ന പാർത്തിയുടെ ഒട്ടും മയമില്ലാത്ത ശബ്ദത്തിൽ തന്നെയാണ് തിങ്കളത് ചോദിച്ചത്. നീ വിളിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയാലോ, അതങ്ങനെ കിടന്നുറങ്ങിയത്. അല്ലെങ്കിൽ ഉറങ്ങില്ല. തിരിച്ചു മറുപടി പറഞ്ഞ അവരുടെ ശബ്ദത്തിനും വലിയ മയമൊന്നും ഉണ്ടായില്ല. പക്ഷെ തിങ്കൾ ഇതെല്ലാം പ്രതീക്ഷിച്ച്. നേരത്തെ അവൻ തന്നോട് പറഞ്ഞതിനൊരു സോറി അവൾ എക്സ്പെക്ട് ചെയ്തു. അതുണ്ടായില്ലെന്ന് മാത്രമല്ല ഇപ്പോഴും കടുത്തിരിക്കുന്നവന്റെ മുഖവും ഇത്ര നേരം കണ്ട പോലെയല്ല. ഒട്ടും പാവമല്ലവനെന്ന് അടുത്ത നിമിഷം പെണ്ണിന് ബോധ്യമായി കഴിഞ്ഞിരുന്നു. അധികം വൈകാതെ വാരാണസി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ വന്ന് നിന്നു. 3 പേരും ബാഗും മറ്റും എടുത്തിറങ്ങി. സമയം വെളുപ്പിന് 2 മണി. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ വലിയ ജനത്തിരക്കായിരുന്നു വാരാണസി ജംഗ്ഷൻ സ്റ്റേഷനിൽ. അതിൽ ഈ ട്രെയിനിൽ നിന്നിറങ്ങിയ ആളുകളുണ്ട്. അവിടെ നിൽക്കുന്ന ഒരുപാട് പേരുമുണ്ട്. ട്രെയിനിൽ വെച്ച് തന്നെ അഗോഡ ബുക്കിംഗ് ആപ്പ് വഴി പാർത്തി താമസിക്കാനുള്ള റൂം ബുക്ക് ചെയ്തിരുന്നു. തിങ്കളുടെ ഒരു സിംഗിൾ റൂമും പാർത്തിക്കും ഇതിന് 2 ബെഡുള്ള ഡോർമെട്രിയും. ഈയിടെ വന്നിട്ട് ഹോം സ്റ്റേയിൽ താമസിക്കാന്നായിരുന്നു തിങ്കളിന്. പാർത്തി ബുക്ക് ചെയ്ത് കഴിഞ്ഞോടെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അവൾക്ക്. അവരുടെ കൂടെ തന്നെ അവൾക്ക് ഇനി ആ കാശി എക്സ്പ്ലോർ ചെയ്തേ പറ്റൂ. പാർത്തിയും ഇതിനും കഴിഞ്ഞതിന്റെ 3ാമത്തെ വർഷവും ഇതേ സമയം കാശിക്ക് വന്നതിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്. അന്ന് അവർക്കൊപ്പം പ്രണവും സൂരജും ആകാശമൊക്കെ ഉണ്ടായിരുന്നു എന്ന് മാത്രം. അസീഘട്ടിലാണ് അവർക്ക് സ്റ്റേ ചെയ്യാനുള്ള റൂം പാർത്തി ബുക്ക് ചെയ്ത്. കാശിയിലെ തിരക്ക് വഴി നിന്ന് അത്യാവശ്യം ഒഴിഞ്ഞൊരു സ്ഥലമാണത്. ഊബറിനായാലും റിക്ഷയിലായാലും എളുപ്പത്തിൽ അങ്ങോട്ട് എത്താം. ഊബർ വിളിച്ചിരുന്നു പാർത്തി. അതെത്താൻ 5 മിനിറ്റ് ഉള്ളപ്പോഴാണ് സ്റ്റേഷനിൽ നിന്ന് അവർ പുറത്തേക്ക് ഇറങ്ങിയത്. അതെന്തിനാണെന്ന് അപ്പോൾ തിങ്കളിന് മനസ്സിലായില്ലെങ്കിലും സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ നിമിഷം കാരണം മനസ്സിലായി. പുറത്തുള്ള റിക്ഷാക്കാരൊക്കെ ഓരോരുത്തരെയും റാഞ്ചി കൊണ്ടുപോകാൻ പറഞ്ഞാണ് അടുക്കുന്നത്. പാർത്തിയും ഇതിനും തിങ്കളുടെ ഇരുവശത്തായും അതിൽ പോലെ നിന്നിട്ടും പെണ്ണിന്റെ ബാഗിലൊക്കെ പിടിച്ചു വലിക്കുന്നുണ്ടായിരുന്നു അവർ.
ഒരു വരിയിൽ അവൾ പിന്നോട്ട് ആഞ്ഞു പോയതും പെണ്ണിന്റെ വലത് കൈയിൽ പിടിച്ച് തനിക്കടുത്തേക്ക് വലിച്ചു ചേർത്ത് പാർത്തി ആ റിക്ഷാക്കാരന്റെ കൈ അവളുടെ ബാഗിൽ നിന്ന് തട്ടിത്തെറിപ്പിച്ച് ഹിന്ദിയിൽ എന്തോ വിളിച്ചു പറഞ്ഞു. തിങ്കളുടെ എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും അയാളുടെ പോക്കണ്ട് ഏതോ കൂടിയതാണ് അവൻ വിളിച്ചതെന്ന് അവൾക്ക് ഉറപ്പായി. എന്തായാലും അവൻ അവരുടെ ഊബറിനടുത്ത് ഒരുവിധം എത്തി. മീത് മുന്നിൽ കയറിയപ്പോൾ പാർത്തിയും തിങ്കളും പുറകിലേക്ക് ഇരുന്നു. എന്ത് വിചാരിച്ചാ നാട്ടിൽ നിന്ന് പെട്ടി തൂക്കി ഒറ്റയ്ക്ക് പോന്നേ? ഞങ്ങളില്ലെങ്കിൽ ഇപ്പോൾ വല്ല പരുന്നുകാലങ്ങ് പോയേനെ. ആ തിരക്കിനടിയിൽ നിന്ന് പോകുന്ന ആശ്വാസത്തിൽ നെഞ്ചിൽ കൈവച്ചിരിക്കുന്നവൾ നോക്കി പാർത്തി പുച്ഛിക്കുമ്പോൾ തിങ്കൾ തലയിരിച്ച് അവനെ നോക്കി. എന്നെ തുടർന്ന പരുന്നുകാലം വെട്ടിവീഴ്ത്താൻ എനിക്കറിയാം. പെണ്ണിന്റെ ശബ്ദത്തിന് വല്ലാത്ത കടുപ്പം. എന്നിട്ടിപ്പോ അതൊന്നും കണ്ടില്ലല്ലോ. പാർത്തി ഇപ്പോഴും പുച്ഛമാണ്. പാർത്തി, മിഥുനാണ്. എന്താടാ? ഒരാളെ വെട്ടിക്കൊന്നിട്ട് ജയിലിൽ നിന്ന് ഇറങ്ങിയവരുടെ അടുത്താ അവരൊരു മിഥു കഴുത്തിൽ കൈവച്ച് വെട്ടുമ്പോലെ ഒന്ന് കാണിച്ചു. പോടാ. പാർത്തി അതിനും പുച്ഛിച്ച് മുഖം തിരിച്ചിരിക്കുമ്പോൾ തിങ്കൾ അവനിൽ നിന്ന് ഓട്ടം മാറ്റിയിരുന്നു. എന്നാൽ അപ്പുറം തലചരിച്ചവന്റെ ചുണ്ടിൽ ആ നേരം പുച്ഛക്ക് മാറി വെറുതെ ഒരു ചിരിയും വിരിഞ്ഞു. സ്റ്റേ ചെയ്യാനുള്ള ഹോട്ടലിന് മുമ്പിലെത്തിയവർ. വാരാണസി പാരഡൈസ്. അത്യാവശ്യം നല്ല ക്ലീൻ ആൻഡ് നീറ്റായ ഹോട്ടൽ. മുറികളും ഓക്കെയാണ്, അതും കുറഞ്ഞ ചെലവിൽ തന്നെ. വെളുപ്പിന് എഴുന്നേറ്റ് പോകാനുള്ള തരത്തിൽ അലാറം സെറ്റ് ചെയ്ത് പാർത്തി മിഥുനും നേരെ ചെന്ന് മുറിയിൽ ബെഡിലേക്ക് വീഴുമ്പോൾ തിങ്കൾ അവളുടെ മുറിയിലേക്ക് പോയി. രാവിലെ എഴുന്നേറ്റ് പോകാൻ ഇനി അധികം സമയമൊന്നുമില്ല. വാരാണസിയിലെ ഏറ്റവും കൂടുതൽ കാണേണ്ട കാഴ്ചകൾ പ്രഭാതത്തിൽ തന്നെയാണ്. ബാഗെല്ലാം ഊരി ഒതുക്കി വെച്ച് കുറച്ചു നേരം ഒന്ന് കിടന്നിട്ട് ഫ്രഷായി പുറത്തേക്ക് പോകാന്ന് വെച്ച് തിങ്കളും അലാം സെറ്റ് ചെയ്ത് തന്നെ കിടന്നു. വാരാണസി ഏറ്റവും പുരാതനമായ നഗരം. ഒരു സഞ്ചാരി എന്നല്ല, ഏതൊരു മനുഷ്യനെ അത്രമേൽ കൊതിപ്പിക്കുന്ന ഒരു ദേശം. ഭക്തിക്കും മോക്ഷ ചിന്തകൾക്കും അപ്പുറം ഇന്ത്യ എന്ന മഹാരാജ്യത്തെ അറിയാൻ, ഗംഗയെ ആസ്വദിക്കാൻ, മനുഷ്യന് വെറും മാംസം മാത്രമായി കത്തിയമരുന്ന കാഴ്ച കാണാൻ ഇവിടെ എത്തുന്ന യാത്രികരുടെ എണ്ണത്തിന് പോലും കൃത്യമായ കണക്കുകളിൽ നിന്ന് തന്നെ പറയാം. രാവിലെ 5 മണിയായപ്പോഴേക്കും റെഡിയായി കഴിഞ്ഞ് തിങ്കൾ ചെന്ന് പാർട്ടിയുടെയും മിഥുന്റെയും മുറിയുടെ വാതിൽ മുട്ടി. മിക്കത് രണ്ടുപേരും എഴുന്നേറ്റുണ്ടാവില്ല. താൻ തനിയെ ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് പോവേണ്ടി വരുമെന്ന് കരുതിയവളെ ഞെട്ടിച്ചുകൊണ്ട് രണ്ടുപേരും റെഡിയായി നിൽപ്പുണ്ട്. പാർട്ടിയായിരുന്നു വാതിൽ തുറന്ന്. ഓഫ് വൈറ്റ് നിറത്തിലൊരു കുർത്ത സെറ്റ് മണിഞ്ഞ് അതിന്റെ ഷോള് തലയിലൂടെ ഇട്ട് മുന്നിൽ നിൽക്കുന്നവളെ ചെക്കൻ സ്വയം മറന്നു നോക്കുമ്പോൾ പോകാമെന്ന് ചോദിക്കുന്നുണ്ട് അവൾ. അന്നേരം തന്നെ പാർട്ടിക്ക് മുന്നിലൂടെ കയറി വാടി പോവാമെന്ന് പറഞ്ഞ് മിഥുൻ മുന്നേ പോയതും പാർട്ടിയെ നോക്കി തിങ്കളും പോയി. തിങ്കളിന് പാർട്ടിയോട് പ്രശ്നമൊന്നുമില്ല. ഇന്നലെ അങ്ങനെയൊക്കെ ഉണ്ടായെങ്കിലും ദേഷ്യം കാണിക്കാനും പരിഭവം കാണിക്കാനും മാത്രം ബന്ധം അവർ തമ്മിലില്ലല്ലോ. അവരങ്ങ് പോയതും മുറിയുടെ വാതിൽ ലോക്ക് ചെയ്ത് പാർട്ടിയും ഇറങ്ങി. കാൽഭൈരവ് മന്ദിർ. കാലഭൈരവന്റെ ക്ഷേത്രത്തിൽ 5 മണി മുതൽ 12 മണി വരെയാണ് ദർശന സമയം. വാരാണസിയിൽ വന്നാൽ ആദ്യം പോവേണ്ട ഇങ്ങോട്ടാണെന്നാണ് പറയുക. ഇദ്ദേഹത്തിന്റെ അനുവാദമുണ്ടെങ്കിലേ കാശിയിൽ ഏതൊരാൾക്കും പ്രവേശിക്കാനും താമസിക്കാനും അനുവാദമുള്ളൂ. ഇവിടുത്തെ പ്രധാന വഴിപാട് മദ്യം നൽകുന്നതാണ്. കുടുംബത്തിൽ ആരെങ്കിലും മദ്യത്തിന് അടിമകളാണെങ്കിൽ അവരുടെ പേരിൽ മദ്യം കൊടുക്കുന്ന ഈ വഴിപാട് നടത്തിയാൽ ആ അഡിക്ഷൻ മാറുമെന്നാണ് വിശ്വാസം. കാശിയുടെ രക്ഷകനായിട്ടാണ് കാലഭൈരവൻ എല്ലാവരും കാണുന്നത്. വാരാണസിയിലെ പോലീസ് സ്റ്റേഷനുകളിൽ കാലഭൈരവിന് വേണ്ടി ഒരു സീറ്റ് ഒഴിച്ചിടാറുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? വിശ്വസിക്കണം, അങ്ങനെ അവിടെ നടക്കാറുണ്ട്. ക്ഷേത്രത്തിലേക്ക് അവർ പോകുമ്പോൾ വഴിയോരങ്ങൾ തിരക്കുകൾ തന്നെയാണ്. റീൽസും വീഡിയോകളിലും കണ്ടത് മാത്രമല്ല ഇവിടെയുള്ളതെന്ന് തിങ്കളുടെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. കാലഭൈരവ ക്ഷേത്രത്തിൽ കയറി തൊഴുതിറങ്ങിയവർ. ക്ഷേത്രത്തിന് മുന്നിൽ തന്നെ സന്യാസി വര്യന്മാർ നിൽക്കുന്നുണ്ട്. 3 പേരുടെയും നെറ്റിയിൽ കളഭം കൊണ്ട് കുറി വരച്ച് ചുവന്ന പൊട്ടും കൂടെ കുത്തിക്കൊടുത്തു. പാർട്ടിയാണ് ആദ്യം വരച്ചു കഴിഞ്ഞതും ഫോണും മറ്റും സൂക്ഷിക്കാൻ കൊടുത്തിടത്തുനിന്ന് അത് വാങ്ങാൻ വേണ്ടി പോയതും. അതൊക്കെ വാങ്ങിച്ച് പാർട്ടി തിരിഞ്ഞു നോക്കിയ തിങ്കളിന് നേർക്കാണ്. ആ നെറ്റി നിറയെ കളഭവും പൊട്ടും കുത്തിയുള്ള പെണ്ണിന്റെ നിൽപ്പിൽ പാർട്ടിയുടെ ഹൃദയം പിന്നെയും ഒന്ന് തുടിച്ചു എന്നുള്ളതാണ് നേര്. എങ്ങനെയോ ചെക്കൻ ആ തുടിപ്പൊന്നടക്കി ആളിൽ നിന്ന് മുഖം തിരിച്ച് അവർക്കടുത്തേക്ക് നടന്നു. ഇനി നേരെ ഗംഗാതീരത്തേക്കാണ്. അച്ചമ്മയ്ക്ക് വേണ്ടി അച്ഛന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ആൾക്ക് ചെയ്യണ്ടേ? ഞാൻ പോയി ചെയ്തോളാം, നിങ്ങൾ വെറുതെ ബുദ്ധിമുട്ടേണ്ടെന്ന് തിങ്കൾ രണ്ടുപേരോടും പറഞ്ഞതാണ്. അതിന് മിഥുൻ അവളെ തുറിച്ചു നോക്കിയാണ് ചെയ്തെങ്കിൽ പാർട്ടിനെ ഇവിടെ വെച്ച് നിന്നെ ഒറ്റക്കാക്കി നിനക്ക് എന്തെങ്കിലും പറ്റിയിട്ട് വേണം ഞങ്ങൾ രണ്ടും തൂങ്ങാനെന്ന് പറഞ്ഞു തിങ്കളാണ് അവനെ തിരിച്ച് തുറിച്ചു നോക്കിയത്. പിന്നെയൊന്നും പറയാതെ അവളങ്ങ് പോകുമ്പോൾ അവർക്ക് പിറകെ തന്നെ അവരും നടന്നു. ക്ഷേത്രത്തിലേക്ക് കയറി മുന്നേ ഉള്ളതിനേക്കാളും തിരക്കിപ്പോൾ വഴികളിൽ കൂടിയിട്ടുണ്ട്. ചായക്കടകൾ, പഴങ്ങൾ, പച്ചക്കറികൾ, തുണികൾ, പൂജാദ്രവ്യങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ, പാത്രങ്ങൾ എന്നിങ്ങനെ വിവിധ കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് വഴികളിൽ ഇരുവശവും. തെറ്റുമാറിപ്പോവാതിരിക്കാൻ തിങ്കളിന്റെ പുറകെ നടന്ന രണ്ടുപേരും നിമിഷ നേരം കൊണ്ട് പെണ്ണിന്റെ ഇരുവശങ്ങളിലും സ്ഥാനം പിടിച്ചു. ഉള്ളിലൊരു ലക്ഷ്യസ്ഥാനമുള്ളതുകൊണ്ട് അവിടെയുള്ള കാഴ്ചകളും മറ്റും തിങ്കൾ അന്നേരം അധികം ശ്രദ്ധിച്ചില്ല. അച്ഛനും അച്ചമ്മയ്ക്കും വേണ്ടി എന്താണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ചിന്തകളാണ് അവളെ ഭരിച്ചിരുന്നത്. അധികം വൈകാതെ 3 പേരും ഗംഗാതീരത്തെത്തി. മുന്നിലൂടെ ഒഴുകുന്ന പുണ്യനദിയുടെ തണുപ്പ് ഒരു നിമിഷം അവൾക്കുള്ളിലും നിറഞ്ഞു. ഗംഗാതീരത്ത് തന്നെയുള്ള ഒരു പണ്ഡിറ്റിനോട് തിങ്കൾ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാൻ ചെന്നെങ്കിലും ആൾക്ക് ഇംഗ്ലീഷ് വശമില്ല. ആൾക്ക് മാത്രമല്ല, അവിടെയുള്ള മിക്കവർക്ക് ഹിന്ദി തന്നെയാണ് വശം. എങ്ങനെയൊന്നും അയാളെ പറഞ്ഞു മനസ്സിലാക്കുമെന്നറിയാതെ അവൾ തിരിഞ്ഞു നോക്കിയത് മിഥുനെയാണ്. മിഥുൻ പാർത്തിയെ നോക്കി. ഗംഗയുടെ ഒഴുക്കും ആസ്വദിച്ച് അവിടെ നടക്കുന്ന കണ്ടിട്ടും കാണാതെയുള്ള ചെക്കൻ്റെ നിൽപ്പ്. പാർത്തി, തിങ്കളിന്റെ വിളി തന്നെ അവന് നേരെ ഉയർന്നു.
കിട്ടിയതോടെ അവൻ തിങ്കളുടെ അടുത്തേക്ക് ചെന്നു. ഒറ്റയ്ക്ക് തന്നെ എല്ലാം ചെയ്യാൻ പോയവളെ ഒന്നുകൂടെ അമർത്തിയെന്ന് നോക്കിയവൻ ആ പണ്ഡിറ്റ് നേരെ തിരിഞ്ഞു. പാർത്തിക്ക് ഹിന്ദി നന്നായിട്ട് അറിയാം. പഠിത്തം കഴിഞ്ഞൊരു 6 മാസം അവൻ മുംബൈയിൽ ജോലി ചെയ്തിട്ടുണ്ട്. പെൺകുട്ടികൾ അവരുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലം പിശാചമോചന ഘട്ടമാണ്. പിണ്ടദാനം, തിലോദകം, അന്നദാനം, ഗംഗാപൂജ, ദീപാദാനം തുടങ്ങിയവയ്ക്ക് പെൺകുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങളാണ്. ഇവിടെ നിന്ന്, അതായത് കാലഭൈരവ മന്ദിരടുത്ത് നിന്ന് റിക്ഷയിൽ പോയാൽ ഒരു 10-15 മിനിറ്റിന്റെ ദൂരമുണ്ട് പിശാചമോചന ഘട്ടിലേക്ക്. ഭയവും പരിഭ്രമമൊന്നും വേണ്ട. ഇതെല്ലാം തനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള സംശയവും വേണ്ട. മരിച്ചുപോയ അച്ഛനും അച്ഛമ്മയ്ക്കും വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന മോളുടെ മനസ്സിന്റെ ശുദ്ധത തന്നെ മതി ആ ആത്മാക്കൾക്ക് പുണ്യം ലഭിക്കാൻ. കാശിയിൽ മകളുടെ കർമ്മം പൂർണ്ണ ഫലം നൽകുമെന്ന് പറഞ്ഞ് അവരനുഗ്രഹിച്ചാണ് അയാൾ അവിടുന്ന് പോയത്. ഇവർ നിൽക്കുന്നത് മണികർണികാ ഘട്ടിലാണ്. മനുഷ്യരും മരണവും ഒന്നുമല്ലെന്ന് തോന്നിക്കുന്ന കാഴ്ചകളാണ് മണികർണികാ ഘട്ടിൽ കാണാനുള്ളത്. അതെ, ഇവിടെയാണ് രാപ്പകലുകളില്ലാതെ മനുഷ്യ ശരീരങ്ങൾ കത്തിയമർന്ന് ശാരമാവുന്നത്. മരണത്തെ പേടിയോടെ കാണുന്ന നമ്മൾ മണികർണികയിൽ വരണം. അവിടെ ശരീരങ്ങൾ കത്തിയമരുന്നത് കാണണം. ഭൂമിയിൽ മരണത്തെ ആഘോഷിക്കുന്ന എങ്ങനെയെന്ന് തെല്ലൊരു അമ്പരപ്പോടെ നോക്കി നിന്നിട്ടാണ് അവരവിടുന്ന് പിശാചമോചന ഘട്ടിലേക്ക് യാത്രയായത്. റിക്ഷയിൽ തന്നെയാണ് പോയത്. സൈക്കിൾ റിക്ഷയല്ല, മോട്ടോർ റിക്ഷ. കാലഭൈരവ മന്ദിരത്തിലേക്ക് വന്നു ഈ റിക്ഷയിലായിരുന്നു. ആ പണ്ഡിറ്റ് പറഞ്ഞ പോലെ 15 മിനിറ്റിനുള്ളിൽ തന്നെ അവർ പിശാചമോചന ഘട്ടിലേക്ക് എത്തി. ഗംഗയിൽ നിന്ന് കരയിലേക്കുള്ള പടവുകളെയാണ് ഘട്ടുകൾ എന്ന് വിളിക്കുന്നത്. ഈ ഘട്ടുകൾ തന്നെയാണ് വാരാണസിയിലെ പ്രധാന ആകർഷണം. ഏകദേശം 84ഓളം ഘട്ടുകൾ ഇവിടെയുണ്ട്. കുളിക്കാനും പൂജാകർമ്മങ്ങൾ ചെയ്യാനും വേണ്ടിയാണ് ഘട്ടുകളിൽ ആളുകൾ വരുന്നത്. ഓരോ ഘട്ടുകൾക്കും വർഷങ്ങളോളം പഴക്കമുണ്ട്. ബലിതർപ്പണം നടത്താനും ബോട്ടുകൾ നന്നാക്കാനും തുണികൾ അലക്കി ഉണക്കിയിടാനും ചിത്രങ്ങൾ വരയ്ക്കാനും ഫോട്ടോഷൂട്ട് നടത്താനും മൃതദേഹങ്ങൾ സംസ്കരിക്കാനൊക്കെ പ്രത്യേകം ഘട്ടുകളാണ് ഇവിടെയുള്ളത്. ആദ്യത്തെ ഘട്ട് വരുണാഘട്ടും അവസാനത്തത് അസീഘട്ടും. ഗംഗയിലെ ഘട്ടുകളിൽ പാദം ആദികേശവഘട്ടാണ്. തുട പഞ്ചഗംഗ, നാഭി മണികർണിക, നെഞ്ച് ദശേഷമേത് ഘട്ടും, തല അസീഘട്ടും. പിശാചമോചന ഘട്ടിൽ ചെന്ന് ആടുള്ള ഒരു പണ്ഡിറ്റിനോട് കാര്യങ്ങൾ സംസാരിച്ച പാർത്തി തന്നെയാണ്. അയാൾ കർമ്മങ്ങൾ ചെയ്യാൻ തയ്യാറാവുകയും ചെയ്തു. തിങ്കൾ കൽപ്പടവിൽ ഇറങ്ങുന്നത് നോക്കി പാർത്തിയും ഇതിനു മുകളിൽ തന്നെ നിന്നു. ആദ്യം ഗംഗാ സ്നാനമാണ്. പൂർണ്ണമായും കുളിയുടെ ആവശ്യമില്ല. മനസ്സിൽ അച്ഛന്റെയും അമ്മയുടെയും പേരോർത്ത് ഗംഗാജലം തലയിൽ തൊട്ട് മുഖത്ത് സ്പർശിച്ചാൽ മതി. ഇതിലൂടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും ശുദ്ധിയാണ് ഉറപ്പാക്കുന്നത്. ഗംഗയിൽ നിന്ന് കയറി പണ്ഡിറ്റിന്റെ മുന്നിൽ ചെന്ന് അച്ഛനും അമ്മയ്ക്കും വേണ്ടി പിണ്ടദാനം നടത്തി തിങ്കൾ. കൂടെ തിലോദകവും കറുത്തയുള്ള വെള്ളവും ചേർത്ത് ഗംഗയിൽ ഒഴുകുന്ന ചടങ്ങാണ്. 3 പ്രാവശ്യമായി അച്ഛനും അച്ഛമ്മയ്ക്കും വേർതിരിച്ചൊഴുക്കും. ആത്മാവിന് ദാശാന്തി നൽകുന്ന കർമ്മമായിട്ടാണ് ഇതിനെ കാണുന്നത്. എല്ലാം കഴിഞ്ഞ് തിങ്കൾ കയറി വരുമ്പോൾ ആ ചുവന്നു പോയ മുഖത്തെ കലങ്ങിയ മിഴികളിലേക്ക് പാർത്തി വെറുതെ നോക്കി നിന്നു. അന്നദാനത്തിലുള്ള കൂടെ അവിടെ ഏൽപ്പിച്ചിട്ടാണ് അവരെല്ലാവരും മുറിയിലേക്ക് മടങ്ങിയത്. ഭക്ഷണം അവർ താമസിക്കുന്ന ഹോട്ടലിൽ തന്നെയായിരുന്നു. പിന്നെ വിശ്രമം. അടുത്ത ചൊവ്വാഴ്ച വന്ന ട്രെയിനിൽ തന്നെ അവർ തിരിച്ചു പോകുന്നുള്ളൂ. അതുകൊണ്ട് സമയം ഏറെയുണ്ട്. എന്നാലും കാശി പൂർണ്ണമായി അതിനുള്ളിൽ കാണാമെന്നതിന് യാതൊരു ഉറപ്പുമില്ല. വൈകുന്നേരം ദശാശ്വമേധഘട്ടിൽ പോയി ഗംഗാരതി കാണേണ്ടതാണ് അവർക്ക്. അതുപോലെ ഗംഗയിൽ ദീപദാനം തിങ്കളിന് അച്ചമ്മയ്ക്കും അച്ഛനുമായി ചെയ്യേണ്ടതുണ്ട്. ഈ വേൾഡ് ഒരിക്കലുവരെ കഴിഞ്ഞില്ലേ? തിങ്കളുടെ മുറിയുടെ ഡോൽ തട്ടി പല ഈണത്തിലും താളത്തിനും ഇതിന്റെ വിളി. പാർത്തി ചാന്ദിനിയോട് സംസാരിച്ചപ്പുറത്ത് മാറി നിൽക്കുകയാണ്. ദശാശ്വമേധഘട്ടിൽ 6 മണി മുതൽ 7 മണി വരെയാണ് ഗംഗാരതി. പക്ഷേ നല്ല തിരക്കായിരിക്കും. നേരത്തെ പോയി അവിടെ നിൽക്കണം. ഗംഗാരതിക്ക് ശേഷം തിങ്കളിന് ദീപദാനം ചെയ്യാൻ പറ്റും. തിങ്കളുടെ മുറിയുടെ വാതിൽ തുറക്കുന്ന ശബ്ദം പാർത്തി കേട്ടു. പിന്നെ വിളിക്കാമ്മ എന്നും പറഞ്ഞ് ഫോൺ വെച്ചാണ് തിരിയുമ്പോൾ വായും തുറന്ന് കണ്ണുമിഴിച്ച് നിൽക്കുന്ന മിഥുനെയാണ് കാണുന്നത്. അത് കണ്ട് ചുളിഞ്ഞ പാർത്തിയുടെ നെറ്റി നിവരാൻ ഒട്ടും സമയമെടുത്തില്ല. ബ്ലഷ് പിങ്ക് കളർ ടിഷ്യൂ സാരിത്തുമ്പ് കയ്യിൽ ഒതുക്കി പിടിച്ച് അഴിച്ചിട്ട മുടികളെ ഇടത്തേക്ക് അയാൾ മാടി ഒതുക്കി വെച്ച് വരുന്നവളെ കണ്ട് ചുറ്റുമുള്ളതൊക്കെ പാർത്തിയുടെ കാഴ്ചയിൽ നിന്നൊരു നിമിഷം മറഞ്ഞുപോയി. അപ്പുറത്തെ മുറിയിലെ ഏതോ ഒരു ഹിന്ദിക്കാരൻ വെച്ചിരിക്കുന്ന പാട്ടാണ്. അതുമാത്രം അവൻ കാതിൽ കേട്ടു. കണ്ണിൽ അവളുടെ രൂപവും. ശ്വാസം പോലും കുറച്ചു നേരത്തേക്ക് പാർത്തി എടുത്തില്ല. നിങ്ങൾ വരുന്നില്ലേ? പെണ്ണിന്റെ സംശയത്തോടെയുള്ള ചോദ്യം. മിഥുൻ ഇപ്പോഴും ആ വാതിൽക്കൽ തന്നെയാണ്. ദേ വന്നു എന്ന് പറഞ്ഞാൽ വരുമ്പോൾ പാർത്തി പെട്ടെന്ന് തിരിഞ്ഞ് നെഞ്ചിൽ കൈവച്ച് കുറച്ചു നേരം നിന്നു. അപ്പോഴേക്കും അവരവനെ മറികടന്ന് മുന്നോട്ട് പോയിട്ടുണ്ട്. അവനും അവർക്ക് പുറകെ വെച്ച് പിടിച്ചു. ഈ തിരക്കിനിടയിലേക്ക് സാരിയൊക്കെ വലിച്ചുറ്റിയെടുത്ത് പോകേണ്ട വല്ല ആവശ്യമുണ്ടോ? റിക്ഷയിൽ അവൾക്കടുത്തേക്ക് ഇരുന്നുണ്ടായിരുന്ന അവന്റെ പറച്ചിൽ. മിഥുൻ മുന്നിലാണ് കയറിയത്. നേരെ 3 സീറ്റുള്ള റിക്ഷയാണത്. ഞാൻ നോക്കിക്കോളാം എന്റെ സാരി. നോക്കിയാ മതി. പാർത്തി ചുണ്ടൊന്നു കൂട്ടി നേരെ ഇരുന്നു. അവനപ്പുറം വേറെ 2 പേരും കയറിയിട്ടുണ്ട്. ഒരേ സ്ഥലത്തേക്കാണ് എല്ലാവർക്കും പോവേണ്ടത് കൊണ്ട് സെപ്പറേറ്റ് റിക്ഷ കിട്ടാൻ പാടായതുകൊണ്ടും എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് പോവുക. ഒതുങ്ങിയിരിക്കാനായി തിങ്കൾ സ്വല്പം മുന്നിലേക്ക് കയറിയിരിക്കുമ്പോൾ പാർത്തി അവളുടെ പിന്നിലേക്ക് ചാരി ആ സീറ്റിന് പുറകിലേക്ക് നീക്കി വെച്ചു. ഇപ്പോൾ അവന് നെഞ്ചോരം ചാരി ആ കൈക്കുള്ളിൽ ഇരിക്കും പോലെയാണ് തിങ്കൾ.
പാർട്ടിയുടെ ഉള്ളിലൂടെ ഒരു വിറയിൽ അങ്ങ് കടന്നുപോയി. അവനിപ്പുറം വന്നിരുന്നവരാണെങ്കിലോ ഒടുക്കത്തെത്തിക്കും. ഒരാളെ കൂടി ഇതിലേക്ക് കയറ്റാനുള്ള പുറപ്പാടിലാണ് അവർ. മീതുവിന്റെ അടുത്ത് 2-3 പേര് വന്ന് കയറിയിട്ടുണ്ട്. അവനു റിക്ഷയിൽ പേസ്റ്റായ പോലെയാണ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. പക്ഷേ തിങ്കളിന് ഇതുവരെ കുഴപ്പമില്ല. അവനപ്പുറം ഇരിക്കുന്നവൻ പാർട്ടി എത്ര തള്ളിത്തിക്കിയിട്ടും ഒരു പരിധിയിൽ കൂടുതൽ പാർട്ടിയുടെ ദേഹത്തേക്ക് ചായുന്നില്ലെന്ന് തിങ്കളും പ്രത്യേകം നോട്ട് ചെയ്തിരുന്നു. ഒരു നിമിഷം കണ്ണടച്ച് ബലം പിടിച്ചിരിക്കുന്നവന്റെ മുഖത്തേക്ക് കണ്ണുകൾ ഉയർത്തി അവൾ നോക്കുകൂടി ചെയ്തു. അവർക്ക് പോവേണ്ട സ്ഥലമെത്തും വരെ ഒരു കണക്കിന് ശ്വാസം പിടിച്ച് പാർട്ടി ആ റിക്ഷയിലിരുന്നു. സ്ഥലമെത്തിയതും റിക്ഷയ്ക്ക് കാശും കൊടുത്ത് നേരെ ദശാശ്വമേധഘട്ടിലേക്ക്. അവിടെയാണ് ഗംഗാരതി. ആരതി തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുന്നെങ്കിലും അങ്ങോട്ട് എത്തിയില്ലെങ്കിൽ തിരക്ക് അധികരിക്കുന്നുണ്ട് അവിടെ. മിഥുനാണ് ആദ്യം നടന്നു. അവന് പുറകെ തിങ്കളും ആൾക്ക് പുറകെ പാർത്തിയും. അല്ലാതെ ഒരുമിച്ച് നടന്നു പോകാനൊന്നും പറ്റില്ല, അത്ര കണ്ട് തിരക്കാണ്. ആളുകൾക്കിടയിൽ തട്ടിയും മുട്ടിയും ഒഴിഞ്ഞു മാറിയൊക്കെയാണ് നടപ്പ്. ഇടയ്ക്ക് തിങ്കളുടെ കയ്യിൽ നിന്ന് ഒതുക്കി പിടിച്ച അവളുടെ സാരി തല വിട്ടുപോയിരുന്നു. പക്ഷേ പാർത്തി അത് പിടിച്ചു. സാരിക്കൊന്നും പറ്റാത്തതിന് അവൾ മുന്നോട്ട് നടന്നു. ഗംഗാരതി ശരിക്കും കാണാൻ പറ്റുന്നൊരിടത്തായി അവർ നിലയുറപ്പിച്ചു. അന്നേരം അവൾ കൈപ്പിടിയിൽ നിന്ന് വിട്ടുപോയ സാരി തലയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സാരിക്കൊന്നും കുഴപ്പമില്ല. പാർത്തി സാരിയിൽ നിന്ന് പിടിയും വിട്ടിരുന്നു. പക്ഷേ അവനൊന്നും അവളോട് പറയാനും നിന്നില്ല. പെണ്ണിന് തൊട്ടു പിന്നിലായി തന്നെ സ്ഥാനം ഉറപ്പിച്ചവൻ നിന്നു. വാരാണസിയിലെ ഏറ്റവും ആകർഷകമായ കാഴ്ചയാണ് ഈ ഗംഗാരതി. 7 പേർ തട്ടിൽ കയറിയുന്ന ഒരേപോലെ തെളിയിച്ച നിലവിളക്കുകളും സാമ്പ്രാണിത്തിരിയും പൂക്കളും എടുത്ത് ചെയ്യുന്ന ഗംഗാ പൂജ കാണാൻ അതിമനോഹരമാണ്. ഗംഗയെ നമ്മൾ അറിയാതെ തന്നെ പ്രണയിക്കാൻ പ്രേരിപ്പിക്കുന്ന 1 മണിക്കൂർ, മറ്റൊരു ചിന്തകൾക്കും സ്ഥാനമില്ലാത്ത 1 മണിക്കൂർ. കണ്ണു ചിമ്മാതെ ഓരോരുത്തരും ആ കാഴ്ചയിൽ ലയിച്ചു പോകും. ഗംഗാരതിക്ക് ശേഷമാണ് ദീപദാനത്തിനും ഗംഗാപൂജയ്ക്കും വേണ്ടി തിങ്കൾ ഗംഗാതീരത്തേക്ക് നടന്ന്. ആൾക്കൊപ്പം തന്നെ 2 പേരും ആ കൽപ്പടവുകൾ ഇറങ്ങി. ദീപം തെളിയിക്കാനുള്ള മൺചിരാതും നെയ്യും എണ്ണയും പുഷ്പങ്ങളും എടുത്ത് ഗംഗ ഒഴുകുന്ന പടവുകളിലേക്ക് ഇറങ്ങിയവൾ അച്ഛനെയും അമ്മയും മനസ്സിൽ ധ്യാനിച്ച് കത്തിച്ച ദീപം ഗംഗയിലേക്ക് ഒഴുക്കി വിട്ടു. ആളുടെ മാത്രമല്ല, ഒരുപാട് ദീപങ്ങൾ ഗംഗയുടെ ഓളങ്ങളിൽ ഒഴുകിപ്പോകുന്നുണ്ട്. ഒരു കാലത്ത് ആരുടെയൊക്കെ എല്ലാമായിരുന്നവരാണ് ആ നറുവെളിച്ചമായി ഗംഗയിൽ ഒഴുകി നടക്കുന്നത്. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്ന നേരം പെണ്ണിന്റെ കൺമുമ്പിൽ 2 ആത്മാക്കളുടെ രൂപം തെളിഞ്ഞു വരുന്നു. ആർ തിങ്കളിനെ നോക്കി പുഞ്ചിരിക്കുകയാണ്. തിരിച്ച് ആളുടെ ചുടികൾ അറിയാതെ വിടർന്നുപോയി. കവിളിലൂടെ ഒലിച്ചിറങ്ങി മിഴിനീർ അവൾ തുടച്ചില്ല. എന്നാൽ നേർത്തൊരു കാറ്റിൽ അതങ്ങ് തണുത്ത് നിർവീര്യമായി പോയി കഴിഞ്ഞു. എന്തോ ഇത്രയും നാൾ ഉള്ളിൽ കൊണ്ടുവന്ന ഒരു ഭാരം തൂവൽ പോലെ അവളിൽ നിന്ന് പൊഴിഞ്ഞു വീണ് ഈ പുണ്യനദിയിലേക്ക് അലിഞ്ഞു ചേർന്നിരിക്കുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.